വോട്ടർ അധികാർ യാത്ര തുടരുകയാണ്. മൂന്നാം ദിവസമാണ് വോട്ടർ അധികാർ യാത്ര തുടരുന്നത്. വലിയ ജനക്കൂട്ടമാണ് ബീഹാറിലെ വോട്ടർ അധികാർ യാത്രയ്ക്ക് ലഭിക്കുന്നത്. യുവജനങ്ങളുടെ പങ്കാളിത്തം ഈ റാലിയിൽ സജീവമായി ദൃശ്യമാണ്. വോട്ടുമോഷണത്തിനെതിരായ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര മൂന്നാം ദിവസം. വലിയ ജനപിന്തുണയാണ് രാഹുലിന്റെ യാത്രയിൽ ബീഹാറിൽ ലഭിക്കുന്നത്. വസീർഗഞ്ചിലെ പുനാവയിൽ നിന്നാണ് ഇന്ന് യാത്ര തുടങ്ങിയത്. അരവിന്ദ് വസീർഗഞ്ചിൽ ചേർന്നു. അരവിന്ദ്, ഇപ്പോൾ യാത്ര എവിടെ എത്തി? ഇപ്പോൾ യാത്ര നവാഡ പിന്നിട്ടിരിക്കുകയാണ്. നവാഡ പൊതുസമ്മേളനം കഴിഞ്ഞ് രാഹുലിന്റെ യാത്ര മുന്നോട്ട് പോവുകയാണ്. അതിലും വലിയ വിമർശനം നവാഡയിൽ നടന്ന പൊതുസമ്മേളനത്തിലും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തിയിരിക്കുകയാണ്. കാരണം കൃത്യമായി താൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുന്നില്ല. മറിച്ച് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കൂട്ടുകെട്ട് പാവപ്പെട്ട ജനങ്ങളുടെ വോട്ട് മോഷ്ടിക്കുന്നു എന്ന് തന്നെ രാഹുൽ ആരോപിക്കുകയാണ്. പക്ഷേ ഇത്തരം വോട്ട് മോഷണത്തിനെതിരെ ശക്തമായ പോരാട്ടം തുടരും. ഒരു കാരണവശാലും ബീഹാർ വോട്ട് മോഷണം നടത്താൻ അനുവദിക്കില്ല എന്ന് തന്നെ രാഹുൽ വ്യക്തമാക്കിയിരിക്കുന്നു. രാഹുലിനൊപ്പം തേജസ്വി യാദവും അതുപോലെ തന്നെ CPIML ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യയുമുണ്ട്. ശക്തമായ പിന്തുണ തന്നെയാണ് ബീഹാറിൽ രാഹുലിന് ലഭിക്കുന്നത്. ഒരുപക്ഷെ ആദ്യ 2 ദിനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മൂന്നാം ദിനത്തിൽ വലിയ യുവാക്കളുടെയും അതുപോലെ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരു ഒഴുക്ക് തന്നെയാണ് രാഹുലിനെ കാണുവാൻ ഇപ്പോൾ വേണ്ടി റോഡുകളുടെ ഇരുവശവും ഉള്ളത്. ഇപ്പോൾ യാത്ര നവാഡ പിന്നിട്ടിട്ടുണ്ട്. ഇനി ബാർബിംഗയിലാണ് ഇന്നത്തെ ഈ സമാപനം ഉണ്ടാവുക. അവിടെയും ഒരു പൊതുസമ്മേളനം രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്യും. കൃത്യമായി ഈ വോട്ട് നഷ്ടപ്പെട്ട, കാരണം ബീഹാറിൽ വോട്ടർ പട്ടിക തീവ്ര പരിശോധനത്തിലൂടെ ഏകദേശം 65 ലക്ഷത്തോളം പേർക്ക് വോട്ട് നഷ്ടപ്പെട്ടിരുന്നു. ആ വോട്ട് നഷ്ടപ്പെട്ടിലെ ചിലരെ കൂടി രാഹുലിന്റെ യാത്രയുടെ ഭാഗമാക്കുകയാണ്. പല വേദികളിലും രാഹുൽ അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. സാധാരണ ജനങ്ങൾക്ക് മുന്നിലേക്ക് കൃത്യമായി എന്താണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുക എന്ന കാര്യം ബോധ്യപ്പെടുത്തുവാൻ തന്നെയാണ് രാഹുൽ ശ്രമിക്കുന്നത്. എന്തായാലും ശക്തമായ വിമർശനവും അതുപോലെ തന്നെ പിന്തുണയുമായി രാഹുലിന്റെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ശരി.